ആമസോൺ മഴക്കാടിന് സമാനമായ ആവാസ വ്യവസ്ഥ കേരളത്തിലുമുണ്ട്. പശ്ചിമഘട്ടത്തിൽ അത് ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന മിരിസിക്ക റെയിൻ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിശയോക്തി കലർത്തി പറയുകയാണെങ്കിൽ ദിനോസറുകളുടെ കാലം തൊട്ട് ഭൂമുഖത്ത് ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഈ മെരിസ്റ്റിക്ക സ്വാമ്പ്. പുഴകളുടെ ഉറവസ്ഥാനമാണ്, അല്ലെങ്കിൽ പുഴകൾ അതിൻ്റെ ചതുപ്പുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മിറിസ്റ്റിക്ക ചതുപ്പുകൾ എന്ന അപൂർവ പ്രതിഭാസം. നിത്യഹരിത വനങ്ങളിലെ താഴ്ന്ന വിതാനങ്ങളിൽ കെട്ടിനിൽക്കുന്ന ശുദ്ധജല ചതുപ്പ്. ആകാശം കാണാനാകാത്ത വിധത്തിൽ ഇലപ്പടർപ്പുകൾ വിരിച്ച് വന്യജാതി മരങ്ങൾ, തായ്തടിയിൽ നിന്നും വളയങ്ങൾ തീർത്ത വേരുകൾ, അപൂർവം ജീവജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം. ആനകളുടെ വിഹാര കേന്ദ്രമാണ് മിറിസ്റ്റിക്ക ചതുപ്പുകൾ. തണുപ്പും തണലും മൃഗങ്ങൾക്ക് വേനൽക്കാല ആശ്വാസമാണ്. വൻമരങ്ങൾക്കിടയിൽ ആനക്കൂട്ടം മറഞ്ഞു നിന്നാൽ സാധാരണഗതിയിൽ കാണാനാകില്ല. ആനയ്ക്ക് വളരെ നല്ല തെളിനീര് കിട്ടുന്നൊരു സ്ഥലമാണ്. ആനകളുടെ ജീവജലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് കുളത്തുപുഴ ഭാഗത്ത് വർഷം മുഴുവൻ വെള്ളം കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അതിലൊന്ന് മെരിസ്റ്റിക്ക സ്വാമ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ശംഖുലി വനാന്തരങ്ങളിലെ ശാസ്താനട മിറിസ്റ്റിക്ക വനം അത്യപൂർവ വനമാണ്. ജനവാസ മേഖലയോട് ചേർന്നാണ് ശാസ്താനടയിലെ മിറിസ്റ്റിക്ക വനവും. ഗ്രാമങ്ങളിലേക്കെത്താൻ ഈ വനവും കടക്കണം. എത്ര വേലി കെട്ടിയാലും ആനകൾ തങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ചതുപ്പുകളിലേക്ക് കൂട്ടമായി എത്തും. ഏറിയ പങ്ക് കാട്ടാന, കരടി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഇതേ വനമേഖലയിൽ തന്നെ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ, ഈ ചതുപ്പുകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യമൊന്നേയുള്ളൂ: കാലാകാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരെ മറ്റൊരിടം കണ്ടെത്തി പുനരധിവസിപ്പിക്കുക. വെള്ളപ്പൊക്കത്തെ പോലും അതിജീവിക്കാൻ കെൽപ്പുള്ള നിരവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയായ ഈ ഭൂപ്രകൃതി ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ സുസജ്ജമാക്കേണ്ടതുണ്ട്. ക്യാമറമാൻ സജികുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.